ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഖുർആൻ, എൻ്റെ ഒരുപാട് വർഷങ്ങളായി എൻ്റെ സന്തത സഹചാരിയായ എൻ്റെ ഖുർആൻ ഷരീഫ്, എൻ്റെ മദ്രസ വിദ്യാഭ്യാസം മുതൽ ഉള്ള എൻ്റെ സന്തത സഹചാരിയായ എൻ്റെ ഖുർആൻ ഷരീഫ്. ഒരുപാട് പേർ ഈ ഖുർആൻ കണ്ടിട്ട് ചോദിക്കും, ഈ ഖുർആൻ മാറ്റാറായില്ലേ, അതിൻ്റെ എല്ലാം അത് പോയല്ലോ, അത് പടമെല്ലാം ഇളവിപ്പോയല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരുപാടങ്ങ് പഴയതായതാണ്, വർഷങ്ങൾ പഴക്കമുള്ളതാണ്. 35 വർഷം പഴക്കമുള്ള ഖുർആൻ ഷരീഫാണ് എനിക്ക് എൻ്റെ മദ്രസ വിദ്യാഭ്യാസ കാലത്ത് കിട്ടിയതാണ്. എൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് കൊണ്ടു തന്നതാണ്. അന്ന് മുതലേ ഞാൻ ഉപയോഗിക്കുന്നു. ഞാൻ വിവാഹം കഴിഞ്ഞ് വന്നതിന് ശേഷവും ഞാൻ ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അതാണ് എപ്പോഴും ഓതുന്നത്. ഇതിലെ അക്ഷരങ്ങളാണ് എനിക്ക് ഓതാൻ നല്ല എളുപ്പവും നല്ലതും. വേറെയും ഖുർആനൊക്കെ ഉണ്ടായിരുന്നാലും എനിക്ക് ഈ ഖുർആൻ ഓതുന്നതാണ് എളുപ്പവും അക്ഷരങ്ങൾ കൂടുതൽ വ്യക്തമായി ഓതാൻ കഴിയുന്നതുമെല്ലാം. ഈ ഖുർആൻ ഷരീഫിൽ എൻ്റെ മദ്രസ വിദ്യാഭ്യാസ കാലത്തെ ഒരുപാട് ഓർമ്മകളുമുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായതാണ് ഈ അടയാളങ്ങളൊക്കെ. ഒരു ദിവസവും മുടങ്ങാതെ ഞാൻ ഖുർആൻ ഷരീഫ് പാരായണം ചെയ്യാറുമുണ്ട്. എനിക്ക് ശരീരസുഖം ഇല്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ പറ്റാതെയുള്ളൂ. ഒരു വർഷത്തിൽ ഞാൻ 3-4 ഖുർആൻ ഖത്തം ഓതി പൂർത്തിയാക്കാറുമുണ്ട്. ഇൻഷാ അല്ലാഹ് മരണം വരെ അങ്ങനെ ആയിരിക്കുവാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഈ ഖുർആൻ എനിക്ക് പ്രിയപ്പെട്ടതാണ്. അർത്ഥമറിഞ്ഞൂടെങ്കിലും ഖുർആൻ ഓതുമ്പോൾ അത് മനസ്സിനൊരു സന്തോഷം, സമാധാനം, ആശ്വാസവുമാണ്. അർത്ഥമറിയില്ല, എന്നാലും ഖുർആൻ ഓതുന്നുണ്ട്. അത് വിശ്വാസത്തോടെ ഓതുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന പകുതി ഭാരവും ഒഴിവായി കിട്ടും. ഒരുപാട് വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ ഖുർആൻ ഓതുമ്പോൾ ഒരുപാട് അത് മാറ്റം വരാറുണ്ട് എനിക്ക്. മരണം വരെ നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ കണ്ണിനും ഒരു കുഴപ്പവും അള്ളാഹു തരാതിരുന്ന മരണം വരെ ഖുർആൻ ഓതുവാനും അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ച് ജീവിക്കുവാനും ഇടവരട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹു അതിനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. ഖുർആൻ ഓതുവാൻ കണ്ണിനൊന്നും ഒരു കുഴപ്പം വരുത്തരുതേ യാ അല്ലാഹ്. അതിനുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എൻ്റെ ഖുർആൻ. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.